ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നേതാക്കൾക്ക് കുരുക്കായി പുതിയ ചിത്രങ്ങൾ പുറത്ത്. അടൂർ പ്രകാശിനും കടകംപള്ളി സുരേന്ദ്രനും കുരുക്കായാണ് പുതിയ ചിത്രങ്ങൾ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒപ്പമുള്ളതാണ് പുറത്ത് വന്ന ചിത്രങ്ങൾ. കടകംപള്ളി സുരേന്ദ്രൻ മറ്റൊരു ദിവസം പോറ്റിയുടെ വീട്ടിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്ത ചിത്രമാണ് പുറത്തേക്ക് വന്നത്. ഇതോടെ ഒന്നിലേറെ തവണ വീട് സന്ദർശിച്ചു എന്ന് വ്യക്തമായി. അടൂർ പ്രകാശ് 2020 ശബരിമലയിൽ നടന്ന ചടങ്ങിലാണ് പോറ്റിക്കൊപ്പം പങ്കെടുത്തത്. സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച് നാളെ ഹൈക്കോടതിയിൽ അതേസമയം SIT റിപ്പോർട്ട് നൽകും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനും UDF കൺവീനർ അടൂർ പ്രകാശ് MPയും പുതിയ കുരുക്കുകളിലേക്ക് പോവുകയാണ്. രണ്ടുപേർക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സൗഹൃദമുണ്ടായിരുന്നുവെന്ന് തെളിയിക്കുന്ന പുതിയ ചിത്രങ്ങളാണ് ഇന്ന് പുറത്തു വന്നത്. കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ മറ്റൊരു ദിവസം പോയ ചിത്രമാണ് ആദ്യം പുറത്തു വന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കുടുംബത്തിനൊപ്പം കടകംപള്ളി സുരേന്ദ്രൻ നിൽക്കുന്ന ചിത്രമാണിത്. ഒരു പെൺകുട്ടിക്ക് ഉപഹാരവും കടകംപള്ളി ഈ ചിത്രത്തിൽ നൽകുന്നുണ്ട്. നേരത്തെ കടകംപള്ളി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയ ചിത്രം പുറത്തു വന്നിരുന്നു. അന്ന് കടകംപള്ളി നൽകിയിരുന്ന വിശദീകരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലാകെ ഒരു തവണ മാത്രമാണ് പോയത്. അത് ശബരിമലയ്ക്ക് പോകുന്ന വഴി ഉണ്ണികൃഷ്ണൻ പോറ്റി ക്ഷണിച്ചിട്ടാണെന്നാണ്. ആ വാദം പൊളിക്കുന്നതാണ് പുതിയ ചിത്രം. അപ്പോൾ 2 തവണ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ കടകംപള്ളി പോയി എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ചിത്രം. എന്നാൽ കടകംപള്ളി പറയുന്നത് ഇതേക്കുറിച്ചൊന്നും ഓർമ്മയില്ലെന്നാണ്. യഥാർത്ഥത്തിൽ ഞാൻ ഓർക്കുന്നില്ല കേട്ടോ, സത്യമാണ് ഞാൻ പറയുന്നത്, ഞാൻ ഓർക്കുന്നില്ല. എനിക്ക് രണ്ട് തവണ മറച്ചൊന്നും വെച്ചിട്ടില്ല. 2 തവണയല്ല 40 തവണ പോയെങ്കിലും പോയെന്ന് പറയാൻ എനിക്കൊരു മടി ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം ഈ പറയുന്ന ഈ കാര്യങ്ങളുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഈ മൊമെന്റോ കൊടുക്കലെന്നൊക്കെ പറയുന്ന ഒരു വലിയ സംഭവമായിട്ട് നിങ്ങൾ പറയാണ്. ഞാനൊരു 10,000 മൊമെന്റോ എങ്കിലും നമ്മുടെ ഈ നാട്ടിലെ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. താങ്കളുടെ മണ്ഡലത്തിൽ പുറത്തുള്ള ഒരു കുട്ടി, അതെ, ഞാൻ മന്ത്രിയായിരുന്ന കാലത്ത് മണ്ഡലത്തിന് പുറത്തും ആളുകൾ എന്നെ വിളിച്ചിട്ടുണ്ട്, പോകാറുണ്ട്. പോകാനുള്ള ഒരു മാനദണ്ഡം എന്തായിരുന്നു? അതായത് കുട്ടിക്ക് അവാർഡ് കൊടുക്കാനുള്ള മാനദണ്ഡം ഇതിന് പിന്നാലെയാണ് അടൂർ പ്രകാശിന് കുരുക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള മറ്റൊരു ചിത്രം കൂടി പുറത്തു വന്നിരിക്കുന്നത്. 2020 മകരവിളക്ക് മഹോത്സവ കാലത്ത് ജനുവരി 1-ാം തീയതി സന്നിധാനത്ത് നടന്ന ഒരു ചടങ്ങ് അടൂർ പ്രകാശ് MP ഉദ്ഘാടനം ചെയ്യുന്നതാണ് ചിത്രത്തിൽ. വെഞ്ഞാറമൂട് നിന്നുള്ള ചില കുട്ടികളുടെ തിരുവാതിര കളി ഉദ്ഘാടനം ചെയ്യുകയാണ് സന്നിധാനത്തെ സ്റ്റേജിൽ. ഒപ്പം നിൽക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അയാളുടെ കൂട്ടുകാരനായ അനന്ത സുബ്രഹ്മണ്യവും. അപ്പോൾ അവർ കൊണ്ടുവന്ന കുട്ടികളുടെ ചടങ്ങിന്റെ ഉദ്ഘാടനമാണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പോൾ അടൂർ പ്രകാശ് MP അത് കൂടുതൽ തവണ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത് സഹകരിച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട മറ്റു ചില ചടങ്ങുകൾക്ക് കൂടി പോയിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാകുന്നു. ഏതായാലും ഇന്നലെ അടൂർ പ്രകാശ് MPയെ SIT സംഘം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തിയിരുന്നു. പ്രധാനമായും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളാണ് ഉന്നയിച്ചത്. തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി യാതൊരുവിധ സാമ്പത്തിക ഇടപാടുകളും ഇല്ല എന്നാണ് മൊഴി നൽകിയിരിക്കുന്നത്. അതിനൊപ്പം തന്നെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയതടക്കം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട പശ്ചാത്തലവും SIT സംഘം ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതെല്ലാം തന്റെ പരിചയത്തിന്റെ പുറത്താണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നേരത്തെ അറിയാം എന്നുള്ള കാര്യമാണ് മൊഴിയായി നൽകിയിരിക്കുന്നത്. ഈ മൊഴി വിശദമായി പരിശോധിക്കും SIT സംഘം. അതിനുശേഷമാകും കൂടുതൽ മൊഴിയെടുക്കുന്നതിന് ഇനി വിളിപ്പിക്കണമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുക. ഏതായാലും ഈ SIT മൊഴിയെടുത്തത് സംബന്ധിച്ച് അടൂർ പ്രകാശ് MP അസ്വസ്ഥനാണ്. SITയുടെ വഴി തിരിഞ്ഞു പോവുകയാണെന്നാണ് MPയുടെ പരാതി. അത് SITയിലെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ലാതുള്ള ഉദ്യോഗസ്ഥന്മാരെ അതിനുവേണ്ടി നിയോഗിച്ചതനുസരിച്ച് അവർ അവരുടെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ ദൗത്യം ഏറ്റെടുത്തതനുസരിച്ച് വാർത്തകൾ വന്നുകൊണ്ട് SIT കോടതി ഏൽപ്പിച്ച ജോലി എന്താണ്? ആ ജോലി അനുസരിച്ച് SIT ആ ജോലികൾ ഏറ്റെടുത്ത് നിറവേറ്റപ്പെടേണ്ടതിന് പകരം ഇന്ന് മറ്റു പല തരത്തിലും വളച്ചൊടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി ശ്രമം നടക്കുന്നു. ആ ശ്രമത്തെ ഞങ്ങൾ കൃത്യമായി എതിർക്കും. ഏതായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ SITക്ക് അനുവദിച്ചിരിക്കുന്ന സമയപരിധി നാളെ കഴിയുകയാണ്. നാളെ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് മുൻപാകെ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി റിപ്പോർട്ട് SIT സമർപ്പിക്കും. മാത്രമല്ല SIT സംഘം കുറ്റപത്രം സമർപ്പിക്കാനുള്ള പ്രാരംഭ നടപടികൾ കൂടി ആരംഭിച്ചിട്ടുണ്ട്. ഈ കുറ്റപത്രവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം 3 വകുപ്പുകൾ അതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ്. അതിൽ സ്വർണത്തിന്റെ ദുരുപയോഗം സംബന്ധിച്ചാണ് കൂടുതൽ തെളിവുകൾ ലഭിക്കാനുള്ളത്. VSCയുടെ റിപ്പോർട്ടായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. അതിൽ അവ്യക്തതയുണ്ട്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇനി ലഭിക്കേണ്ടതുണ്ട്. അതിനൊപ്പം തന്നെ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലും ബെല്ലാരിയിലും ഈ സ്വർണത്തിന്റെ ദുരുപയോഗം സംബന്ധിച്ചുള്ള തെളിവുകൾ തേടി പരിശോധനകൾ ഇപ്പോഴും തുടരുകയാണ്. അതിനൊപ്പം പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന വിശ്വാസവഞ്ചന കുറ്റം തെളിയിക്കുക വലിയ പ്രയാസമാണ്. അതിനും തെളിവുകൾ തേടുകയാണ് SIT സംഘം. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അഴിമതി നിരോധന നിയമപ്രകാരമുള്ള വകുപ്പാണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് അഴിമതിയാണ് ഈ പ്രതികൾ ചെയ്തത്, അതുമായി ബന്ധപ്പെട്ട് എന്ത് ലാഭം കിട്ടി എന്നതൊക്കെ കോടതിക്ക് മുൻപാകെ അവതരിപ്പിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ഈ തെളിവുകളെല്ലാം ലഭിച്ചു കഴിഞ്ഞാൽ കുറ്റപത്രം തയ്യാറാകുന്നത് പൂർത്തിയാകും. ഏതായാലും നാളെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. അതിനൊപ്പം തന്നെ നേരത്തെ തന്നെ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് കുറ്റപത്രം സമർപ്പിക്കാൻ സമയം വേണമെന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം
തത്സമയം കുറ്റപത്രം സമർപ്പിക്കാനായി ഹൈക്കോടതി അനുവദിച്ചു നൽകുകയും ചെയ്യും. ഇതിനൊപ്പം തന്നെ കൊടിമരം മാറ്റിയതുമായി ബന്ധപ്പെട്ട ചില വിശദാംശങ്ങൾ ഹൈക്കോടതിയിൽ നാളെ SIT സമർപ്പിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ കോടതി പറയുകയാണെങ്കിൽ പുതിയ കേസ് കൊടിമരവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത് അതിന്റെ അന്വേഷണവും ആരംഭിക്കും.